സി എമ്മിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞു ഇതുപോലെ വീട് ഇൻസ്പെക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് 1-2 പേര് വരുന്നു എന്ന് പറഞ്ഞ് വീട് തുറന്നു കൊടുത്തു. അപ്പം ഞാൻ സാധാരണയായിട്ട് ആ ബോൾഗാട്ടിലുള്ള വീട്ടിൽ ഏകദേശം ഒരു 10 ദിവസത്തിൽ കൂടുതൽ കാണാറില്ല. പിന്നെ അങ്ങനെ അവിടെ വലിയ മാലിന്യമൊന്നും ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ ഫ്ലവേഴ്സിന്റെ ഷൂട്ടിലാണ്, ഞാൻ ക്രൗൺ പ്ലാസയിലാണ്, പിന്നെ ഗാനമേളയ്ക്ക് പോകും. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അവിടെ ഒരു മാലിന്യം എന്ന് പറയുന്ന ഒരു മാവുണ്ട്. ആ മാവിൽ നിന്ന് കുറേ മാങ്ങ വീഴും. അത് വെള്ളത്തിലോട്ടും വീഴും, അകത്തും വീഴും. അപ്പം ഞാൻ വന്നപ്പോഴത്തേക്കും കുറേ ആൾക്കാർ വന്നിട്ട് അവിടെ പേപ്പർ എഴുതി വെച്ചു 25,000 രൂപ മാലിന്യം ഒഴുക്കിയെന്ന്. അപ്പം ഞാൻ തർക്കിച്ചില്ല. കാരണം ചെയ്തത് എൻ്റെ അവിടെ നിന്നൊരു സെർവൻ്റാണ്. ആ സെർവൻറ്റിന് അറിഞ്ഞൂടായിരുന്നു അണ്ണാൻ കടിച്ചു വീണ ഒരു മാങ്ങയും കൂടെ തറയിൽ ചെതറി കിടന്നപ്പോൾ അതെടുത്ത് ഒരു വെള്ള പേപ്പറിൽ പൊതിഞ്ഞിട്ട് വെള്ളത്തിലോട്ടിട്ടു. തെറ്റാണ്. സത്യത്തിൽ അത് അവർക്ക് അറിഞ്ഞൂടാതെ ചെയ്തതാണ്. പക്ഷേ എൻ്റെ വീടായതുകൊണ്ട് ഐ എം റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. അതുകൊണ്ട് ഞാൻ പഞ്ചായത്ത് എനിക്ക് എഴുതി തന്ന 25,000 രൂപ ഞാൻ പിഴയായിട്ട് അടച്ചു. സി എമ്മിന്റെ ഒരു സ്ലോഗനുണ്ട്, മാലിന്യ വിമുക്ത കേരളം. അപ്പോൾ അത് എൻ്റെ മനസ്സിലുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ പോകുന്നതാണ്. ഞാൻ ഒരിക്കലും ഒരു പേപ്പറോ ഇതെടുത്തിട്ട് ഞാൻ വെളിയിൽ കളയോ അങ്ങനെ ചെയ്യത്തില്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല. പക്ഷെ ഇത് അറിയാതെ എൻ്റെ വീട്ടിലുള്ള സെർവൻറ്റ് ഈ മാങ്ങ അണ്ണാനോ കിളിയോ കൊത്തി കിടന്നപ്പോഴത്തേക്ക് അത് എടുത്ത് വെള്ളത്തിലോട്ടിട്ട് ചെറിയ പൊതി ആരോ എടുത്തൊരു വീഡിയോ എടുത്ത് കൊടുത്തു. അതിന് ഞാൻ പിഴയെ അടച്ചു. അപ്പോൾ എന്തായാലും ഒരു മാങ്ങാണ്ടിക്ക് 25,000 രൂപ എന്ന് പറയുന്ന ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു പിഴ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് തന്നെ പറയുന്നുണ്ട്, ഹരിതകർമ്മസേനയൊക്കെ വരുമ്പോഴും പ്ലാസ്റ്റിക് മാലിന്യമൊന്നും വീട്ടിൽ നിന്ന് കിട്ടാറില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല എന്ന് അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എനിക്കത് അറിഞ്ഞൂടാ. എന്തായാലും അവിടെ ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഹരിത കർമ്മസേന അവരെ ഞാൻ കണ്ടിട്ടേ ഇല്ല, ഇതുവരെ കണ്ടിട്ടില്ല. അവർ വന്ന് എടുത്തോണ്ട് പോകാൻ അവിടെ വേറെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും തന്നെ ഇല്ല ആ വീട്ടിൽ. പിന്നെ ഇങ്ങനൊരു ചെയ്തത് തെറ്റാണ്, അത് സമ്മതിക്കുന്നു. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ആ സഹോദരി ഇങ്ങനെ മാങ്ങ പൊതിഞ്ഞ് ഈ തറ വീണ മാങ്ങ എടുത്ത് വെള്ളത്തിലിട്ട് തെറ്റാണ്. അത് മാലിന്യമല്ല, മാങ്ങയാണെന്ന് ഞാൻ തിരുത്തുകയാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തെളിയിക്കാനും തയ്യാറാണ്. കാരണം ആ വീഡിയോയിൽ ആ സഹോദരൻ എടുത്തിട്ട് അദ്ദേഹത്തിന്